ഇനി നമുക്ക് HTML ലിസ്റ്റ് നോക്കാം. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുക. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? CS ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, CSE ഉണ്ട്, BME ഉണ്ട്, പിന്നെ മെക്കാനിക്കലുണ്ട്. ചുമ്മാ എഴുതി വെക്കാം. അപ്പോൾ ഈ ലിസ്റ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? വേണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് ഓർഡർ ചെയ്യാം അല്ലേ? ഫസ്റ്റ് CSE, സെക്കൻഡ് BME, ദെൻ തേർഡ് മെക്കാനിക്കൽ. അല്ലെങ്കിൽ നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ബുള്ളറ്റ് ചെയ്ത് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ലിസ്റ്റിനകത്തുള്ള ഐറ്റത്തിനെയും കാണിക്കാൻ വേണ്ടിയിട്ട്, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ട് രീതിയിലാണ് യൂഷ്വലി നമ്മൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ 1, 2, 3 എന്നുള്ള നമ്പറിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. എങ്ങനെ വിളിക്കുന്നത്? ഓർഡേർഡ് ലിസ്റ്റ്. ഇനി നമ്മൾ ഇതേപോലെ നമ്പേഴ്സ് ഒന്നും കൊടുക്കാണ്ട് സിംപ്ലി അതിനെ ബുള്ളറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ലിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്. എന്താ മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴും ഡിഫോൾട്ടായിട്ട് നമ്മളൊരു അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ബ്ലാക്ക് സർക്കിൾസ് ആയിരിക്കും ഈ ഒരു ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ, മീൻസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യണം? ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ HTML നമ്മളൊരു അല്ലെങ്കിൽ ഒരു വെബ് കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാഗുകൾ ക്രിയേറ്റ് ചെയ്യണം. ടാഗ്സ് വേണം അല്ലേ? അപ്പോൾ ലിസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസ്റ്റ് 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെ ലിസ്റ്റാണ് ഉള്ളത്? ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റും ഉണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റും ഉണ്ട് അല്ലേ? അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഓർഡേർഡ് ലിസ്റ്റ്. OL എന്നുള്ള ടാഗ് യൂസ് ചെയ്യും. അൺഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് എന്താണ്? UL എന്ന് യൂസ് ചെയ്യും. അപ്പോൾ OL എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡേർഡ് ലിസ്റ്റ് ആയിരിക്കും. OLനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ULനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? അൺഓർഡേർഡ് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ തന്നിരിക്കുന്ന പോലെ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും എന്ന് പറഞ്ഞാൽ എന്താണ്? പേയ്ഡ് ടാഗാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പണിംഗ് ടാഗും കാണും, ക്ലോസിംഗ് ടാഗും കാണും. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് ഓപ്പണിംഗ് ടാഗ് ആണെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് എങ്ങനെയായിരിക്കും? /OL. അൺഓർഡേർഡ് ലിസ്റ്റ് UL ആണെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് എങ്ങനെയായിരിക്കും? /UL. സോ ഇങ്ങനെ നമുക്ക് ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് OLും അല്ലെങ്കിൽ ULും യൂസ് ചെയ്യുന്നത്. ഇനി ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെൻറ്റും, അത് ഓർഡേർഡ് ലിസ്റ്റ് ആയാലും അൺഓർഡേർഡ് ലിസ്റ്റ് ആയാലും, ഓരോ എലമെൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തായിരിക്കണം? ലിസ്റ്റ് ഐറ്റം എന്നുള്ള LIക്കകത്തായിരിക്കണം. എന്താണ്? LI എന്നുള്ള ടാഗിനകത്താണ് നമ്മൾ ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഓർഡേർഡ് ലിസ്റ്റ് ആയാലും അൺഓർഡേർഡ് ലിസ്റ്റ് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ലിസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ഐറ്റത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് LI എന്നുള്ള ടാഗ് യൂസ് ചെയ്യും. അപ്പോൾ ലിസ്റ്റിൽ നമ്മൾ രണ്ട് ടാഗുകളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? OLൽ റെപ്രസെൻറ്റ് ചെയ്യണം. അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ULനുള്ള ടാഗിനകത്ത് നമ്മൾ വേണം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ഇനി ഫോർ എൻ എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ഇതാണ് നമ്മളുടെ ഒരു HTML കണ്ടൻറ്റ് എന്ന് വിചാരിക്കുക. വെബ് പേജിനകത്തുള്ളൊരു കണ്ടൻറ്റാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു HTML വേർഷൻ 5 ഒക്കെ 4 അങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ് ടൈപ്പ് നമ്മൾ എന്ത് കൊടുക്കും? HTML കൊടുക്കും അല്ലേ? ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML കൊടുക്കും. ഇനി നമുക്കെന്താ വേണ്ടത്? എല്ലാ HTMLും തുടങ്ങുന്നത് എന്തായിരിക്കണം? HTML എന്നുള്ള ടാഗിനകത്തായിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു? HTML എന്നുള്ള ടാഗ് നമ്മൾ എഴുതി കൊടുത്തു. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? ഒരു ഹെഡിങ്ങാണ് കാണുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളൊരു HTMLനകത്ത് രണ്ട് പോർഷൻസ് നമ്മൾ എക്സാമിന് എഴുതുമ്പോഴേക്കും, ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്ന കോഡിനകത്ത് ഹെഡ് പോർഷൻ ഇല്ല. പക്ഷേ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഹെഡും ബോഡിയും കൊടുത്ത് തന്നെ ചെയ്തു ശീലിക്കുക. അപ്പോൾ എന്ത് കൊടുത്തു? ഞാൻ ഹെഡ് എന്നുള്ള പോർഷൻ കൊടുത്തു. ഈ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേജ് ഓപ്പണായി വരുമ്പോഴേക്കും അതിൻ്റെ ടൈറ്റിൽ എന്ത് വേണം? ടൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻ്റ് അല്ല, അതിൻ്റെ ടാസ്ക് ബാറില്ലേ ആ ഒരു സെക്ഷനിൽ വരുന്ന കണ്ടൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഹെഡിനകത്ത് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. TITLE. ഒരു ടൈറ്റിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. എന്താണ്? ലിസ്റ്റ്. ഈ ലിസ്റ്റ് എന്നാണ് ആ ടൈറ്റിലിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ടൈറ്റിൽ അങ്ങ് ക്ലോസ് ചെയ്തു. എപ്പോഴും മിനിമം കോഡ് തന്നെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഹെഡ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ഹെഡിലൊന്നും എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നമ്മുടെ നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യുന്ന സെഷനിലേക്ക് പോവുകയാണ്. നമുക്ക് കാണേണ്ട എന്താണ്? ഈ ഒരു ഫോമിലാണ് നമുക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിൽ കണ്ടൻറ്റ് കാണേണ്ടത് അല്ലേ? അപ്പം എപ്പോഴും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടൻറ്റ് എവിടെയായിരിക്കും? ബോഡി പോർഷനിലായിരിക്കും എഴുതുക. അപ്പോൾ ബോഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബോഡിയിൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? ഒരു ഹെഡിങ്ങാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഹെഡിങ് ആയതുകൊണ്ട് ഏറ്റവും വലിയ സൈസിലാണോ ഹെഡിങ് കാണുന്നത്? ഏകദേശം ഒരു ഇടത്തര സൈസിലാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? H2 എന്നോ അല്ലെങ്കിൽ H3യോ ഇഷ്ടമുള്ളൊരു ഹെഡിങ് സൈസ് കൊടുക്കാം. അപ്പം ഞാനൊരു H2 കൊടുക്കുകയാണ്.
എന്നിട്ട് എന്ത് ചെയ്യണം, ആ H2-നകത്ത് എന്താണോ നമ്മൾ കാണേണ്ടത് ആ ഡേറ്റ എഴുതി കൊടുക്കുക. ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്, ആൻ അൺഓർഡേർഡ് HTML ലിസ്റ്റ്, ഇതാണ് കാണേണ്ടത് ആണല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, H2 ആണ് ഞാൻ ഓപ്പൺ ചെയ്തത്, H2 ക്ലോസ് ചെയ്തു. എല്ലാ ഹെഡ് ടാഗ്സും എന്താണ്, പെയ്ഡ് ടാഗാണ്. ഇനി നോക്കിക്കേ, നമ്മുടെ ഈ ഒരു ഹെഡിങ്ങിന് തൊട്ട് താഴെ നമ്മൾ കാണുന്നത് എന്താണ്, കോഫി ടീ മിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് ചെയ്തേക്കുക. അപ്പോൾ അത് ഓർഡേഡ് ടാഗാണോ അൺഓർഡേഡ്, മീൻസ് ഓർഡേഡ് ലിസ്റ്റ് ആണോ അൺഓർഡേഡ് ലിസ്റ്റ് ആണോ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് ആൻ അൺഓർഡേഡ് ലിസ്റ്റ്. ഓക്കെ, അൺഓർഡേഡ് ലിസ്റ്റ് ആകുമ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ടാഗ് എന്താണ്, അൺഓർഡേഡ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് UL ആണ്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ UL പറയുന്നത് എന്താണ്, ഒരു അൺഓർഡേഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ലിസ്റ്റിനകത്തുള്ള ഓരോ ഐറ്റംസും എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഐറ്റത്തിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ കൊടുക്കുന്നത്, LIയിൽ ഓരോ ഐറ്റവും പറഞ്ഞു കൊടുക്കുക. ആദ്യത്തെ ഐറ്റം എന്താണ്, കോഫി, അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക, കോഫി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടാഗ് ക്ലോസ് ചെയ്യണം, LI ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേറ്റ ഇങ്ങനെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി രണ്ടാമത്തെ ഐറ്റം എന്താണ്, ടീ കാണണം. അപ്പോൾ എന്ത് ചെയ്യും, LIയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, ടീ എന്ന് കാണണം. അപ്പോൾ എന്ത് ചെയ്തു, ടീ എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, രണ്ടാമത്തെ ഐറ്റവും നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഐറ്റം, അപ്പോൾ എന്താണ് മൂന്നാമത്തെ ഐറ്റം, മിൽക്കാണ്. അപ്പോൾ എന്ത് ചെയ്തു, LIയിൽ ഞാൻ എന്ത് കൊടുത്തു, മിൽക്ക് എന്നും പറഞ്ഞ് എഴുതി കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഈ LI ടാഗ് ഞാൻ ക്ലോസ് ചെയ്തു. നമുക്ക് ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ടാഗ്സ് ആണ് കൊടുത്തേക്കുന്നത്. സോ LI ഞാൻ ക്ലോസ് ചെയ്തു. 3 ഐറ്റമാണുള്ളത്, 3 ഐറ്റവും LIയിൽ ഞാൻ എഴുതി കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ലിസ്റ്റിൻ്റെ പേരെന്തായിരുന്നു, അൺഓർഡേഡ് ലിസ്റ്റ് ആയിരുന്നു. സോ നമ്മൾ കൊടുത്ത ടാഗ് എന്താണ്, UL നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മേലോട്ട് നോക്കാം. ഇനി ഇവിടെ ക്ലോസ് ആവാനുള്ള എന്താണ്, ഹെഡ് ഓൾറെഡി നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബോഡി ആക്ച്വലി നമ്മളുടെ കോഡ്, നമ്മുടെ ബോഡി പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു, ബോഡി പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ഹെഡ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇനി നമ്മുടെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള HTML ആണ് ഇനി ക്ലോസ് ചെയ്യാനുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ /HTML. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കോഡ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്താണ്, ഒരു അൺഓർഡേഡ് ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ആ അൺഓർഡേഡ് ലിസ്റ്റിന് ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു. ആ ഹെഡിങ് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തു. ഇതിനകത്തുള്ള ഓരോ ഐറ്റത്തിനെയും നമ്മൾ LI എന്നുള്ള ടാഗിനുള്ളിലാണ് നമ്മൾ എൻക്ലോസ് ചെയ്യുന്നത്. LI എന്നുള്ള പേര് ടാഗിനുള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ UL LI ആണ് നമ്മളിവിടെ അൺഓർഡേഡ് ലിസ്റ്റിൽ നമ്മൾ പഠിച്ച 2 ടാഗ്സ് എന്താണ്, UL അൺഓർഡേഡ് ലിസ്റ്റിൻ്റെ ടാഗ്, അതിൻ്റെ ക്ലോസിങ് ടാഗായിട്ടുള്ള ULഉം. ഇനി ഓരോ എലമെൻറ്റിന് നമ്മൾ LIക്കകത്ത് വേണം കൊടുക്കാനായിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ടാഗും LIയുടെ ക്ലോസിങ് ടാഗും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് എന്താണ്, ഓർഡേഡ് ലിസ്റ്റാണ്. അപ്പോൾ ഓർഡേഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഉറപ്പായിട്ടും എന്ത് കാണും, നമ്പേഴ്സ് കാണും. കണ്ടോ, 1 2 3 4 എന്നുള്ള, അല്ലെങ്കിൽ 1 2 3 എന്നുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് നോക്കാം. അപ്പോൾ അൺഓർഡേഡ് ലിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ UL യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡേഡ് ലിസ്റ്റിൻ്റെ ടാഗ് എന്താണ്, OL ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അതിനകത്തുള്ള ഓരോ എലമെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, LI എന്നുള്ള ടാഗിനകത്ത് വേണം ഓരോ ലിസ്റ്റ് ഐറ്റവും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോഡ് എഴുതി നോക്കാം. ഓർഡേഡ് ലിസ്റ്റിൻ്റെ കേസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഡോക്യുമെൻറ്റ് ടൈപ്പ് മെൻഷൻ ചെയ്യുക. അത് ക്യാപിറ്റൽ തന്നെ ആയിരിക്കണേ ഡോക്യുമെൻറ്റ് ടൈപ്പ് കൊടുക്കേണ്ടത്. HTML ആണ്. സോ HTML വേർഷൻ 4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, HTML നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. HTML സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഹെഡ് പോർഷനും കൂടെ എഴുതി ശീലിക്കണം. ഇപ്പോൾ ഹെഡ് കൊടുത്തു. ഹെഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു ടൈറ്റിൽ കൊടുക്കാം. എന്താ ടൈറ്റിൽ കൊടുക്കാൻ പോകുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു ലിസ്റ്റാണ്. ഓർഡേഡ് ലിസ്റ്റൊന്നും ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ചുമ്മാ OL EL എന്നുള്ള ടാഗൊന്നും എടുത്ത് കൊടുക്കരുതേ. / നമുക്ക് എന്ത് കൊടുക്കാം, ടൈറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ഞാൻ എന്താണ്, ഹെഡ് പോർഷൻ ഞാൻ ക്ലോസ് ചെയ്തു. ഹെഡിൽ ഇനി ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് നേരെ നമ്മളുടെ ആക്ച്വൽ കോഡിങ് പോയിൻ്റായിട്ടുള്ള ബോഡി സെഷനിലേക്ക് പോവാം. അവിടെ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്, ഒരു ഹെഡിങ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് H2 എന്നുള്ള ഹെഡിങ്ങിൽ നമുക്ക് ആ ഹെഡിങ് കൊടുക്കാം, ആൻ ഓർഡേർഡ് HTML ലിസ്റ്റ്, സ്മോൾ കേസ് ആണേ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ H2 ക്ലോസ് ചെയ്യണം. H2 ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ഓരോ ഐറ്റത്തിനെ ഡിസ്പ്ലേ ചെയ്യണം. ഓർഡേഡ് ആണോ അൺഓർഡേഡ് ആണോ ഐറ്റംസ്, ഓർഡേഡ് ആണ്. ഓർഡേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, OL കൊടുക്കും. എന്നിട്ട് ആ ഓർഡേഡ് ലിസ്റ്റിനകത്തുള്ള ഓരോ ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, LIക്കകത്ത് റെപ്രസെൻറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ലിസ്റ്റ് ഐറ്റം ഈസ് കോഫി. അപ്പോൾ കോഫി കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, ആ ലിസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അടുത്ത ലിസ്റ്റ് ഐറ്റം എന്താണ്, നെക്സ്റ്റ് ലിസ്റ്റ് ഐറ്റം ഈസ് ടീ. അപ്പോൾ എന്ത് കൊടുക്കും, നമ്മൾ ആ ഒരു ലിസ്റ്റ് ഐറ്റം നമ്മൾ ക്ലോസ് ചെയ്തു. അടുത്ത നമ്മൾ കൊടുക്കുന്നത് എന്താണ്, മിൽക്ക്.
അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, മിൽക്ക് എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, /li കൊടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ എല്ലാ ഐറ്റംസും നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, നമ്മുടെ ഈ ഓർഡേഡ് ലിസ്റ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ /ol ഓർഡേഡ് ലിസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. ഓർഡേഡ് ലിസ്റ്റിന് മുന്നേ നമുക്ക് നമ്മുടെ ബോഡി ക്ലോസ് ചെയ്യണം. സോ /body കൊടുത്തു. ഇനി നമുക്ക് എന്താ ക്ലോസ് ചെയ്യാനുള്ളത്, ഹെഡ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്, HTML ക്ലോസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് /html. അത്രയേ ഉള്ളൂ. ലിസ്റ്റ് ഭയങ്കര ഈസിയാണ്.